അത്യാവശ്യം എല്ലാ ഫീൽഡിലും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് നല്ല പരിചയമുണ്ട്. സൈബർ സെല്ലായാലും പോലീസ് വകുപ്പിലായാലും എല്ലാം ഹൈ ലെവലിലുള്ള ആൾ. അപ്പോൾ ഈ റാണി പി സദാശിവനെ പറ്റി നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് വരെ റാണി പി സദാശിവൻ 7445 കേട്ടോ. അപ്പം ആ പുള്ളിക്കാരി ഒരു കമന്റ് ഇട്ടു. അത് ഞാൻ കംപ്ലീറ്റ് വായിക്കാൻ കാണിച്ചു കൊടുക്കുമല്ലോ. പേര് മേലെ വരും കേട്ടോ. എന്റെ പൊന്നു കുഞ്ഞ്, ആ പെണ്ണുമ്പിള്ളക്ക് മഹാ അഹങ്കാരമാണ്. സ്വന്തം ഭർത്താവിനെ അനുസരിക്കുകയോ അവന് വല്ലതും വെച്ചു കൊടുക്കുകയോ അവൻ വയ്യെങ്കിൽ നോക്കുകയോ ചെയ്യാത്ത അവനെ വേണ്ടെന്നും പറഞ്ഞ് സ്വന്തം വീട്ടിൽ വന്ന് നിന്ന് തന്തയും തള്ളയും കബളിപ്പിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരുത്തനെ പണിക്ക് കൊണ്ടുവന്നു. അവളുടെ കാമുകനെ രംഗത്തെത്തിച്ചു. പിന്നെ അവനുമായി ലോകം മൊത്തം അവര് ബീപ്പ് ആ കൂട്ടിട്ടൊരു പദം ലോകം മൊത്തം നടന്നു. അതിനിടയ്ക്കാണ് അവൾ യൂട്യൂബ് നന്നായി റീച്ച് ആകാൻ വേണ്ടി കുറച്ച് ആദിവാസികൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്ത് അത് നല്ലതാണെന്ന് പറഞ്ഞ് ലോകം മൊത്തമുള്ള ആളുകളുടെ പൈസ അയച്ചു കൊടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുത്തു. എന്നിട്ട് അത് നല്ലതാണെന്ന് പറഞ്ഞു ലോകം മൊത്തമുള്ള ആളുകൾ പൈസ അയച്ചു കൊടുത്തു. അപ്പോഴാണ് അവൾക്ക് അയച്ചു കൊടുത്തു. അപ്പോഴാണ് അവൾക്ക് തോന്നിയത് അടുത്ത പണി എന്താണ്, ഭർത്താവ് എന്ന് പറയുന്നവരെ വേണ്ടെന്ന് വെക്കുക. അവൻ വലിയ ശല്യമാണെന്ന് പറഞ്ഞ് അവനെ ഒഴിവാക്കുക. എന്നിട്ട് കാമുകനുമായി വ്യഭിചരിച്ച് നടക്കുക. കുട്ടികൾ കാണരുത്. അവസാനം കാമുകന് വേണ്ട വേറെ കല്യാണം കഴിക്കാൻ പോവുക എന്ന് പറഞ്ഞ് സ്റ്റാൻഡ് ഇറക്കി. ഇതിനൊക്കെ ശേഷം അവൾക്ക് പ്രസക്തി കിട്ടുവാൻ വേണ്ടി എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് തിരക്ക് മര്യാദക്കൊക്കെ ടൈപ്പ് ചെയ്തിട്ട് പെണ്ണുമ്പിളെ തിരക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഏതൊക്കെയോ പെൺകുട്ടികൾ കാട്ടിൽ അവിഹിതമായി ഗർഭമുണ്ടാക്കി എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കാമുകനുമായുള്ള വ്യഭിചാര കഥകൾ പുറത്തായപ്പോൾ കമന്റുകളിലൂടെ നാട്ടുകാർ അയച്ച് ചോദിച്ചപ്പോൾ തുടങ്ങി ഇവൾ ഗർഭിണിയാണോ. അവസാനം റാണി പി സദാശിവൻ 7445 കേട്ടോ. അപ്പം ആ പുള്ളിക്കാരി ഒരു കമന്റ് ഇട്ടു. അത് ഞാൻ കംപ്ലീറ്റ് വായിക്കാൻ കേട്ടോ. അങ്ങനെയൊക്കെ ആളുകൾ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് കരുതിയാൽ 2 മാസമെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ പെൺകുട്ടി പരിശുദ്ധി അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതിപ്പോഴത്തെ കുറച്ച് മാന്യതികളായ പെണ്ണുങ്ങളുണ്ട്. വിവാഹത്തിന് മുമ്പ് ഗർഭം ഉണ്ടാക്കിയിട്ട് ചെല്ലുന്ന ടീമുകൾ, വിവാഹം കഴിക്കാതെ തന്നെ ഗർഭം ഉണ്ടാക്കിയിട്ട് ചെല്ലുന്ന ടീമുകളുണ്ട്. പക്ഷെ അത് അവർക്കൊരു നാണക്കേടായിട്ടൊന്നും തോന്നത്തില്ല. കാരണം അന്തസ്സോ അഭിമാനമോ ഉള്ളവർക്കല്ലേ അതൊക്കെ ഉണ്ടാവൂ. പക്ഷെ അത്യാവശ്യം അന്തസ്സായി ജീവിക്കുന്നവർക്ക് അതൊരു മാനക്കേടായി തോന്നും. പിന്നെ ഭർത്താക്കന്മാരെ അടിമകളാക്കി നിർത്തിയിരിക്കുന്ന പെണ്ണുങ്ങളും വീട്ടിലൊന്നും ചെയ്യേണ്ട പെണ്ണുങ്ങൾക്കും ഇപ്പൊ വേണമെങ്കിലും ഗർഭം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. പക്ഷെ അന്തസ്സായി ജോലിക്കും വേലയ്ക്കും ഒക്കെ പോയി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്ലാനിങ് വേണ്ടി വരുന്നു. അതാണ് അതിനകത്ത് വ്യത്യാസം. വീട്ടുകാർ ഉണ്ടാക്കി വെച്ച കാശുകൊണ്ട് ജീവിക്കുന്ന സ്ത്രീകൾക്ക് പ്രശ്നമില്ല. എന്നാൽ സ്വന്തമായി ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ ഗർഭം ഉണ്ടാക്കുക മാത്രമല്ലല്ലോ ലോകത്തെ ഏറ്റവും വലിയ കാര്യം എന്ന കാര്യവും ഓർക്കുന്നത് നല്ലതാണ്. ഒരു കൊച്ചിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് വീട്ടിൽ കയറി ഇരിക്കുന്നതല്ല ജീവിതത്തിലെ എല്ലാ ലക്ഷ്യവും നേടിയെടുക്കേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം. ചുമ്മാതെ വല്ലവരോടും ഇരുന്ന് കൊഴിഞ്ഞ് ജീവിക്കുന്നവരെ ഒക്കെ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് കരുതി അടുക്കും ചിട്ടയുമായി ജീവിക്കുന്നവർക്ക് അത് പറയാതിരിക്കുവാനും പറ്റില്ല. എന്ന് വെച്ചാൽ എന്താണ് ചേച്ചി ഉദ്ദേശിച്ചത്? ഇങ്ങനെ 1 മാസം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയാൽ അത് പാതിവൃത്യം അതല്ലേ? അതിന് പതിവ്രത അല്ല, അവള് വേറെ കൊച്ചിനെ നേരത്തെ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത് എന്നാണ് ചേച്ചി പറയുന്നത്. എല്ലാം വേണം, പക്ഷെ എല്ലാത്തിനും ഒരു പരിധി വെക്കണം. അതില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ആത്മഹത്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ കുറെ ചേച്ചി കുറെ പറഞ്ഞേക്കുന്നത്. നല്ല രീതിയിൽ ജീവിച്ച സ്ത്രീകളുണ്ട്. എന്നാൽ ഒരു കുട്ടി ആകുമ്പോഴേ അതിനെ താങ്ങി പിടിച്ചോണ്ട് ഭയങ്കര പറച്ചിലുകളാ. എന്തവാ 2 ഒലക്കയുടെ മൂട്. ചേച്ചി ഫുള്ള് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. മൂട് അറിയാവുന്നത് ജീവിതത്തെ പറ്റി യാതൊരു ധാരണയും ഇല്ലാത്തവർക്ക് ഇങ്ങനെ നുണയും കൊതിയും പറഞ്ഞിരിക്കാം. എന്റെ പൊന്നു ചേച്ചി, ഞാൻ ബിടെക് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഞാൻ ജോലിക്ക് പോയി. അപ്പൊ എത്രയും പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യട്ടെ. അക്കേന്റെ കുരിശിതങ്ങൾ അക്കനെ കാണണ്ടേ. ഹായ്, എൻ്റെ പേര് റാണി എന്നാണ്. ഞാൻ പുതിയതായിട്ടൊരു കുക്കിംഗ് വ്ലോഗ് തുടങ്ങിയിട്ടുണ്ട്. റാണീസ് വ്ലോഗ്സ് എന്നാണ് പേര്. ഇന്ന് നമുക്ക് ഒരു സിമ്പിൾ തക്കാളിക്കറി ഉണ്ടാക്കി നോക്കാം. ഹായ്, എല്ലാവർക്കും റാണീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അപ്പം നമുക്ക് പാചകം തുടങ്ങാം. റാണീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്
ഒരു ഉണക്കമത്തി ചമ്മന്തിയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റാണീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഓമയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ഹായ്, റാണീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാഴക്കൂമ്പ് വൻപയർ തോരനാണ്. കേട്ടില്ലേ, ഞാനൊരു പുതിയ ചാനൽ, എന്തൊരു പഞ്ചപാവമാണ് എൻ്റെ അക്ക. ഈ പാവത്തിനെ പറ്റിയാണോ നമ്മൾ ഈ അപവാദമൊക്കെ പറയുന്നത്? നിങ്ങൾക്കിപ്പോ ഞാൻ പറഞ്ഞ് തെറ്റാൻ തോന്നുന്നില്ലേ? എന്റെ തങ്കക്കുടത്തിനെ പറ്റി ആരും അപവാദം. ദീപ്തി സീതത്തോട് അതേപോലെ തന്നെ ഡാനിസ് ഡേയ്സ് എന്ന് പറഞ്ഞ ചാനലിനകത്ത് വന്നിട്ടുള്ള കമന്റുകളാണ് അപ്പൊ നമ്മളിപ്പോ കണ്ടത്. അപ്പൊ ഈ ഒരു കമന്റ് ഇട്ട ചേച്ചിയുടെ ആ ഒരു മൊഹോക ലാസ്റ്റ് അവര് റിവീലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു ഫേസ് റിവീൽ വീഡിയോ നമുക്ക് ഇതിനൊപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓരോ ടൈപ്പ്, അതായത് ഒരു ബന്ധമില്ലാത്ത രീതിക്കുള്ള ഈ കമന്റുകൾ ഇടുന്നതിനോട് ഞാൻ ഒരിക്കലും, ബന്ധമില്ലാത്ത കമന്റുകൾ എന്നല്ല, കമന്റുകൾ നോർമലായിട്ട് ഇപ്പോൾ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് അതിനകത്ത് അഭിപ്രായം പറയുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല. കാര്യം അത് ഓരോരുത്തരും ഇഷ്ടമാണ്. ഇപ്പൊ ഓരോ വീഡിയോ കാണുമ്പോഴേ, ഇപ്പൊ എൻ്റെ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും അതിന്റെ അടിയിൽ ഇപ്പൊ എന്ത് കമന്റ് വരണോ എന്നൊക്കെയുള്ളത് അവരവർ ഇഷ്ടമാണ്. എന്നാൽ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയനകത്ത് ഏതൊരു പ്ലാറ്റ്ഫോമിനകത്താണെങ്കിൽ, യൂട്യൂബിനകത്താണെങ്കിൽ, ഇൻസ്റ്റനകത്താണെങ്കിൽ, ഫേസ്ബുക്കിനകത്താണെങ്കിൽ, ഏതിനകത്താണെങ്കിലും നമ്മളിപ്പോ ഒരു സാധനം നമ്മുടെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതിന്റെ അടിയിൽ വരുന്ന കമന്റുകളൊക്കെ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ ഒരു ഇമോഷണലി വീക്ക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതേപോലുള്ള കമന്റുകളൊക്കെ നമുക്ക് കയറി കൊണ്ടുവന്നൊക്കെ വരാം. പക്ഷെ അങ്ങനെ കൊള്ളുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇതിനകത്തേക്ക് ഇറങ്ങാണ്ടിരിക്കാന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ ഈ ഒരു കേസിനകത്ത് നമ്മൾ നോക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു കേസേ അല്ല ഇത്. ഇവിടെ എന്ന് പറഞ്ഞ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഈ പുള്ളിക്കാരിന്റെ അടിയിൽ വന്ന് കമന്റ് ആയിട്ട് ഇട്ടേക്കണം. അപ്പൊ അങ്ങനെയുള്ളതിനെതിരെ ലീഗലായിട്ട് കൊണ്ടുകൊണ്ടൊന്നും യാതൊരു തെറ്റുമില്ല. പിന്നെ ഈ വെറുതെ തെറി വിളിക്കുന്നതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ തെറി വിളിച്ച് തന്നെ റിപ്ലൈ കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ പറ്റാത്തവരുണ്ട്. ഈ തെറി വിളിക്കാന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യാത്തൊരു പരിപാടിയാണ്. പിന്നെ ഈ പുള്ളിക്കാരിയുടെ ഇപ്പൊ എന്തായാലും ഫേസ് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെ അടിയിൽ ചെന്നിട്ട് ഈ ഒരു ബന്ധമില്ലാത്ത, അതായത് അവരുടെ ലൈഫിനകത്ത് അവരുടെ ലൈഫ് എന്താണെന്ന് ഈ കാണുന്ന ആളാണ് പറയുന്നത്. കാണുന്ന ആള് പറയുമ്പോഴാണ് അവരുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെന്ന് അവര് പോലും അറിയുന്നത് എന്നുള്ള രീതിക്കാണ് ഈ ഒരു സംഭവം പോയത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അവർ നൈസായിട്ട് അവരുടെ ഫേസ് എടുത്ത് റിവീൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു വീഡിയോനകത്ത് കാണുമ്പോഴത്തേക്ക് പഞ്ചപാവം പോലത്തെ ആളാണ് നമ്മുടെ റാണി ചേച്ചി. പക്ഷെ കമന്റ് ബോക്സിനകത്തേക്ക് വരുമ്പോൾ ചേച്ചി അങ്ങോട്ട് സീരിയൽ മോഡാവും. സീരിയലിനകത്തുള്ള അവിഹിതവും മറ്റു കഥകളും ഒക്കെ ചേച്ചി എടുത്ത് കമന്റ് ബോക്സിനകത്ത് അങ്ങ് വിളമ്പും. അപ്പൊ ഇതേപോലുള്ളവരെയൊക്കെ നൈസായിട്ട് കേസ് കൊടുത്ത് അകത്താക്കണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാര്യം അമ്മാതിരി കമന്റുകളൊക്കെ ഇടുന്നവരെ അകത്ത് കിടക്കണം, അത്രേ ഉള്ളൂ. ഈ കമന്റുകൾ ഇടുന്നവരുടെ, അതായത് ഇപ്പൊ എന്റെ കമന്റ് ബോക്സിനകത്തൊന്നും അല്ല, എല്ലാവരും കമന്റ് ബോക്സിനകത്ത് കമന്റുകൾ ഇടുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയാം. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു കമന്റ് ഇടുമ്പോഴത്തേക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ ഒരു കമന്റ് എനിക്കാണ് വരുന്നതെങ്കിൽ അപ്പൊ ആ ഒരു കമന്റ് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്തോരം വിഷമം വരും. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ എങ്ങനത്തെ കമന്റ് വായി, ഇപ്പൊ പല രീതിയിലുള്ള കമന്റ് വായിക്കാൻ പലരും ഇടുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, നിങ്ങൾക്ക് അങ്ങനെ ഒരു കമന്റ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തോരം അത് ഫീൽ ചെയ്യും, എന്തോരം അതിനകത്ത് നിങ്ങൾക്ക് ഹെർട്ട് ചെയ്യും. അപ്പൊ അതേപോലെ തന്നെയുള്ള അപ്പുറത്ത് നിൽക്കുന്ന ഒരാളും അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്കും അപ്പൊ അതേപോലെ ഒരു സംഭവം തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്ന. അപ്പൊ ആ ഒരു സംഭവം കൂടെ മനസ്സിനകത്ത് വെച്ചിട്ട് എല്ലാവരും ഒന്ന് കമന്റ് ഇടാൻ വേണ്ടി ശ്രമിക്കാം.